ഇവിടെ ഡോക്ടർ വക്കീൽ പറഞ്ഞതുപോലെ ഞാൻ KPCCയുടെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ മാത്രമല്ല, ഈ പറയുന്ന UDF കുടുംബത്തിലെ ഒരു അംഗം എന്ന നിലയിലാണ് എൻ്റെ പാർട്ടിയുടേതല്ലാത്ത ഒരു പാർട്ടിയുടെ പരിപാടിയിൽ ഇങ്ങനെ പങ്കെടുക്കുന്നത്. തീർച്ചയായും അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ ഞങ്ങൾ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്ന കാര്യമാണ്. കോൺഗ്രസ് പാർട്ടി UDFിനകത്ത് കോൺഗ്രസിനോടൊപ്പം എന്നും ആശയപരമായ ദൃഢതയോടുകൂടി ഉറച്ചു നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ഇപ്പോൾ ഭാരതീയ നാഷണൽ അടിസ്ഥാനപരമായി ഈ നാടിനെ കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിലുള്ള സംവിധാനങ്ങൾ ഗുണത്തിലേക്കല്ല നയിക്കുന്നത് എന്ന തിരിച്ചറിവാണ്. അവർ ചെറുത്തു തോൽപ്പിക്കപ്പെടേണ്ടവരാണ്. അവരുടെ രാഷ്ട്രീയ ഹിംസാത്മകമായിട്ടുള്ള ശൈലി ഒരു ആധുനിക ജനാധിപത്യ സമൂഹത്തിന് ചേർന്നതല്ല എന്ന ബോധ്യത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ആ നിലയിൽ ആശയപരമായും മറ്റെല്ലാ തലത്തിലും നിങ്ങൾ UDFിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും KPCC നന്ദി അറിയിക്കുകയാണ്. തീർച്ചയായും ചില ഇടങ്ങളിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളും അവകാശവാദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കാത്ത അവസ്ഥയും ഒക്കെ ഉണ്ട്. പക്ഷേ നമുക്കറിയാം, കേരളത്തിലെ UDF പ്രസ്ഥാനം ഒരു പുതിയ ദിശാബോധത്തിലൂടെ മുന്നോട്ട് പോവുകയാണ്. ശ്രീ VD സതീശന്റെയും ശ്രീ K സുധാകരന്റെയും ഒക്കെ നേതൃത്വത്തിൽ UDFും കോൺഗ്രസും ഒക്കെ ഇന്ന് വലിയൊരു നവോന്മേഷം കൈവരിച്ച് കടന്നു പോകുമ്പോൾ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയം എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ പ്ലാറ്റ്ഫോമായി UDFിനെ മാറ്റുക എന്നതാണ്. അവിടെ ഈ പറഞ്ഞ വലുപ്പ ചെറുപ്പങ്ങൾക്ക് യാതൊരു പ്രസക്തിയും ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. സംഘടനാപരമായി അദ്ദേഹം പറഞ്ഞതുപോലെ വലുപ്പ ചെറുപ്പങ്ങളുണ്ട്. 100 ഇരട്ടിയോ 10 ഇരട്ടിയോ എത്രയാണ് എന്നുള്ളതിന്റെ കണക്കെടുപ്പുകളിലേക്കൊന്നും നമ്മൾ പോകേണ്ടതായിട്ടില്ല. പക്ഷെ അടിസ്ഥാനപരമായി തന്നെ ഒരു ജനാധിപത്യ മുന്നണി എന്ന നിലയിൽ, ജനാധിപത്യം എന്ന് പറയുന്ന ആശയത്തെ ഉൾക്കൊള്ളുന്ന ആളുകൾ എന്ന നിലയിൽ നമുക്കൊരു കാഴ്ചപ്പാടുണ്ട്. ജനാധിപത്യം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി തന്നെ എണ്ണത്തിൽ കുറവുള്ള ആളുകളുടെ ഒപ്പം നിൽക്കുന്ന ഒരു ചിന്താധാരയാണ്. 100 പേരിൽ 99 പേരും ഒരു അഭിപ്രായം പറഞ്ഞാലും 100ാമനായ എനിക്ക് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് പറയാനുള്ള സ്വാതന്ത്ര്യം എവിടെ സംരക്ഷിക്കപ്പെടുന്നുവോ, ആ സ്വാതന്ത്ര്യം എവിടെ ആഘോഷിക്കപ്പെടുന്നുവോ അവിടെയാണ് ജനാധിപത്യം നിലനിൽക്കുക. അത് UDFിനകത്തും പൂർണ്ണാർത്ഥത്തിൽ കടന്നു വരണം എന്ന് തന്നെയാണ് ഈ പുതിയ കാലത്ത് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ LDFിൽ CPM സ്വീകരിക്കുന്ന ഒരു ശൈലിയല്ല, വലിയേട്ടൻ ചെറിയേട്ടൻ മനോഭാവമല്ല UDFിനകത്ത് കോൺഗ്രസ് മറ്റ് ഘടകകക്ഷികളോട് സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടെങ്കിൽ ഇനിയും നമുക്കത് പരിഹരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും. പാലക്കാട് ജില്ലയിൽ മറ്റെല്ലായിടത്തും എന്ന് തന്നെയാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ കടന്നു വന്നപ്പോൾ തന്നെ നമ്മുടെ യുവ സ്നേഹിതർ നിങ്ങളുടെ സംഘടനാ പ്രസ്ഥാനം കഴിഞ്ഞ നാളുകളിൽ ഏറ്റെടുത്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ പല തലങ്ങളിൽ, തെരഞ്ഞെടുപ്പ് കാലത്തും അല്ലാതെയും ഒക്കെ നടത്തിയ പ്രവർത്തനങ്ങൾ എനിക്ക് അവിടെ വെച്ച ഫ്ലെക്സ് ബോർഡുകളിൽ നിന്ന് ചൂണ്ടിക്കാണിച്ചതാണ്. ഒരുപക്ഷെ UDFിന്റെ ആ നിലയിൽ വ്യത്യസ്ത വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കോൺഗ്രസ് പാർട്ടി പോലും ഇത്രയധികം വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുള്ള ക്യാമ്പയിനുകളാണ് ഇപ്പൊ കോൺഗ്രസ് വലിയ രീതിയിൽ ഒരു ഊർജ്ജസ്വലമായി കടന്നു വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്കും അറിയാം. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ 3 ജില്ലകളിലെ കാസർഗോഡും കണ്ണൂരും കോഴിക്കോടും പരിപാടികളിൽ അറ്റൻഡ് ചെയ്തിട്ടാണ് പുലർച്ചെ ഏതാണ്ട് 2 മണിക്കാണ് വീട്ടിലെത്തിയത്. അതുകൊണ്ടാണ് ഇങ്ങോട്ട് വരാൻ കുറച്ച് വൈകിയത്. എൻ്റെ വീട്ടിൽ നിന്ന് ഏതാണ്ട് 300 കിലോമീറ്റർ ഉണ്ട് ഇങ്ങോട്ട്. എവിടെ ചെല്ലുമ്പോഴും വലിയൊരു ആവേശവും വലിയ ഒരു ഔത്സുക്യവും ആളുകളുടെ ഒഴുക്കും നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ പ്രാദേശിക തലത്തിലെ സംഘാടകരായിട്ടുള്ള സുഹൃത്തുക്കൾ അടക്കം പറയുന്നത്, മുൻപ് ഒരു 100 ആളുടെ പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി എടുത്തിരുന്ന എഫർട്ട് ഇന്നെടുത്താൽ 150 ആൾ കടന്നു വരുന്നുണ്ട്, പലയിടത്ത് 200 ആൾ കടന്നു വരുന്നുണ്ട്. ആ വലിയ മാറ്റം ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കും. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി മാറുന്നതും ഇത് തന്നെയാണ്. UDFിനെ കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും.
പ്രത്യേകിച്ചും രണ്ടാമതൊരിക്കൽ കൂടി പിണറായി വിജയൻ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വന്നതോടുകൂടി CPM-ന്റെയും സർക്കാരിന്റെയും സ്വഭാവത്തിൽ തന്നെ അടിസ്ഥാനപരമായിട്ടുള്ള വലിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. എന്തും ചെയ്യാം എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് മാറുകയാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് അവർ പ്രദർശിപ്പിക്കാൻ ആഗ്രഹിച്ച മാന്യതയുടെയും ജനാധിപത്യത്തിന്റെയും ഒക്കെ മുഖംമൂടികൾ അഴിഞ്ഞു വീഴുകയും അവരുടെ യഥാർത്ഥ മുഖം ജനങ്ങൾക്ക് മുമ്പിൽ മെല്ലെ മെല്ലെ അനാവരണം ചെയ്യപ്പെടുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവരിപ്പോഴും പഴയ 57 കാലത്ത് നിൽക്കുകയാണ്. ആ കാലത്ത് അവർ നടപ്പാക്കിയ രീതിയിലുള്ള സ്വയംഭരണ മാതൃകയിലേക്ക് കേരളത്തെ കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ള പരിശ്രമമാണ്. ഓരോ രംഗത്തും അതാണ് കാണാൻ സാധിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ആലുവയിൽ ഒരു പെൺകുട്ടി വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവം. ആ കുട്ടി എത്ര ധീരയായിട്ടുള്ള പെൺകുട്ടിയാണെന്ന് ആലോചിച്ചു നോക്കുക. ഭർത്താവിന്റെ ഭാഗത്തു നിന്നും ഭർത്താവിന്റെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായ എല്ലാ പീഡനങ്ങളെയും ഇച്ഛാശക്തി കൊണ്ട് അതിജീവിച്ചുകൊണ്ടാണ്, പോരാടിക്കൊണ്ടാണ് അവർ മുന്നോട്ട് വന്നത്. അങ്ങനെയാണ് അവർ നിയമത്തിന്റെ വഴി നേടാൻ തീരുമാനിക്കുന്നത്. പല ആളുകൾക്കും അത്ര ധൈര്യം വരാറില്ല. അവരൊക്കെ അവിടെ തന്നെ മനസ്സുകൊണ്ടെടുത്ത് അവിടെ തന്നെ ആത്മഹത്യ ചെയ്യുന്ന അടക്കമുള്ള അനുഭവങ്ങൾ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ കുട്ടി അങ്ങനെയല്ല ചെയ്തത്. അവർ നിയമത്തിന്റെ വഴി നേടാൻ തീരുമാനിച്ചു. വനിതാ കമ്മീഷനെ അപ്രോച്ച് ചെയ്തു, ദേശീയ വനിതാ കമ്മീഷനെ അപ്രോച്ച് ചെയ്തു, പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നു. പക്ഷേ നമ്മുടെ ഈ ഭരണ സംവിധാനത്തിൽ നിന്ന് സമാനമായ രീതിയിലുള്ള അവഹേളനവും പീഡനവും നേരിട്ടപ്പോഴാണ് ആ കുട്ടിക്ക് മനസ്സ് പതറിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ ആയിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ വ്യവസ്ഥിതി തന്നെയാണ്, പോലീസ് സംവിധാനമാണ് അത്രയും ധീരയായ പോരാടാൻ ഉറച്ച് മുന്നോട്ട് പോയ ആ കുട്ടിയുടെ പോലും മനസ്സ് മടുപ്പിച്ച് ഇനി എനിക്ക് മറ്റൊരു മാർഗവുമില്ല. കാരണം പരാതി പറയാത്ത ആ കുട്ടിയുടെ പിതാവിനെ പോലീസ് CI ആ കുട്ടിയെ ഇരുത്തിക്കൊണ്ട് ആക്ഷേപിക്കുകയാണ്. താനൊക്കെ എന്ത് അച്ഛനാണോ തന്തയാണോ എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയപ്പോഴാണ് ആ കുട്ടി ഒരു കടുകൈ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. എന്നിട്ടും ആ പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുകയാണ്. ഞാൻ അതാണ് പറയാമെന്ന് കാര്യം. ഏതൊരു സാധാരണ സ്ഥിതിയിൽ വേണമെങ്കിലും വളരെ പ്രാഥമികമായിട്ട് ചെയ്യുമായിരുന്നത് അയാളെ തൽക്കാലത്തേക്ക് മാറ്റി നിർത്തുകയാണ്. അയാളെ സർവീസിൽ നിന്ന് പിരിച്ചു വിടണമെന്നോ വീട്ടിക്കൊള്ളണമെന്നൊന്നും ആരും ആവശ്യപ്പെടുന്നില്ല. അതിനൊക്കെ നടപടിക്രമങ്ങളും നിയമാനുസൃതമായിട്ടുള്ള ആ ചട്ടവട്ടങ്ങളും ഒക്കെ പാലിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ ഇത്രയും ഗുരുതരമായിട്ടൊരു വിഷയം ഉണ്ടായപ്പോൾ ആത്മഹത്യാക്കുറിപ്പിൽ കൃത്യമായിട്ട് ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ പേര് പരാമർശിക്കപ്പെടുന്ന സാഹചര്യത്തിൽ പോലും അയാളെ മാറ്റി നിർത്താൻ തയ്യാറാകുന്നില്ല എന്നുള്ളതിന്റെ രാഷ്ട്രീയമായിട്ടുള്ള സന്ദേശമാണ് നമുക്ക് കാണേണ്ടതായിട്ടുള്ളത്. കാരണം പൊതുജനാഭിപ്രായത്തിനൊന്നും ഒരു വിലയുമില്ല. ഞങ്ങൾ തീരുമാനിച്ചാൽ അതിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകും. പിൻവാതിൽ നിയമനങ്ങളുടെ പരമ്പരകളും വീണ്ടും തുടങ്ങി കഴിഞ്ഞു. ജനങ്ങൾക്ക് ഒരാൾക്ക് പോലും വേണമെന്ന അഭിപ്രായമില്ലാത്ത വലിയ വലിയ വമ്പൻ പദ്ധതികൾ പോലും കേരളത്തിന്റെ തലയിലേക്ക് എടുത്തു വെക്കുകയാണ്. കേരളയിൽ അതിന്റെ ഒരു ഉദാഹരണമാണ്. ഞാനും വക്കീലുമൊക്കെ അതുമായി ബന്ധപ്പെട്ട UDF-ന്റെ സബ് കമ്മിറ്റി പഠിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെടുകയും കേരളത്തിന്റെ പലയിടങ്ങളിലും സമരം ചെയ്യുന്ന സംഘടനകളാകട്ടെ ഇതുമായി ബന്ധപ്പെട്ട വിവിധ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആവട്ടെ അവരെയൊക്കെ ആയിട്ട് കണ്ട് അഭിപ്രായങ്ങൾ തേടിയിട്ടാണ് UDF-ന്റെ ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. ഈ സിൽവർ ലൈൻ എന്ന് പറയുന്ന പദ്ധതി വിനാശകരമായിട്ടുള്ള പദ്ധതിയാണ്, എതിർക്കപ്പെടേണ്ട പദ്ധതിയാണ്. എന്തു വില കൊടുത്തു അതുപോലെയുള്ള പദ്ധതികൾ കേരളത്തിൽ അനുവദിക്കില്ല. അത് പ്രതിരോധിക്കാൻ UDF പ്രതിജ്ഞാബദ്ധമാണ് എന്ന് തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് നമ്മൾ സമരവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. കേരളത്തിൽ വമ്പൻ പദ്ധതികളൊക്കെ കൊണ്ടുവന്നത് ഐക്യജനാധിപത്യ മുന്നണിയാണ്, ഒരു സംശയവുമില്ല. ഇന്ന് കേരളം അഭിമാനത്തോടു കൂടി ചൂണ്ടിക്കാണിക്കുന്ന എല്ലാ വമ്പൻ പദ്ധതികളും ഇന്നലകളിൽ ഈ നാട്ടിൽ ഉണ്ടാക്കിയെടുത്തത് നമ്മുടെ മുൻകൈയിലാണ്. വിമാനത്താവളങ്ങളാകട്ടെ, തുറമുഖങ്ങളാകട്ടെ, മെട്രോ റെയിൽ പദ്ധതികളാകട്ടെ, അതുപോലെയുള്ള വമ്പൻ പദ്ധതികളൊക്കെ കൊണ്ടുവന്നത് നമ്മളാണ്. ഇനി നാളെയും കേരളത്തിൽ വമ്പൻ പദ്ധതികൾ വേണം എന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. അക്കാര്യത്തിൽ ആർക്കും ഒരു ആശയക്കുഴപ്പം ഉണ്ടാവേണ്ട കാര്യമില്ല. കേരളത്തിൽ ഒരറ്റം മുതൽ വേറെ അറ്റം വരെ 3 മണിക്കൂറുകൊണ്ടോ 4 മണിക്കൂറുകൊണ്ടോ ഒക്കെ എത്തിച്ചേരാൻ കഴിയുന്ന ഒരു സംവിധാനം ഉണ്ടാവേണ്ടതല്ലേ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ വേണ്ട എന്നുള്ള അഭിപ്രായമൊന്നും നമുക്കില്ല. പക്ഷെ അതിനു വേണ്ടി വരുന്ന ചെലവ് അത് നമുക്ക് താങ്ങാൻ സാധിക്കും. 4 മണിക്കൂർ കൊണ്ട് എത്തുക എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ സന്തോഷമാണ്. എല്ലാവർക്കും നാളെ ഒരു സൗകര്യം ഉണ്ടായി വന്നാൽ ഉപയോഗിക്കില്ല എന്നൊന്നും നമ്മൾ ആരും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ കേരളം പോലുള്ള സംസ്ഥാനത്ത് ഇന്നത്തെ അവസ്ഥയിൽ മുൻഗണന നൽകപ്പെടേണ്ട ഒരു പദ്ധതിയാണോ ഇത്?
അല്ല എന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പദ്ധതിയെ വളരെ പർട്ടിക്കുലർ ആയിട്ട് എതിർക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇവിടെ യഥാർത്ഥത്തിൽ നമ്മൾ ഇടതുപക്ഷ ആശയങ്ങളെ മുറുകെ പിടിക്കുകയാണ് എന്നാണ് എനിക്ക് രാഷ്ട്രീയമായി പോലും ഒരു അവകാശവാദം മുന്നോട്ട് വയ്ക്കാറുള്ളത്. കാരണം ഇടതുപക്ഷത്തിന്റെയും സോക്കോൾഡ് സോഷ്യലിസത്തിന്റെയും ഒക്കെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് തന്നെ പ്ലാനിംഗ് ആണ്, ആസൂത്രണമാണ്. പ്ലാനിംഗ് ഇല്ലാതെ ഒരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതിയെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ സാധിക്കില്ല. കാരണം നമ്മുടെ ആവശ്യങ്ങളുടെ പട്ടിക ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്. ഈ പറഞ്ഞ രീതിയിൽ ദുബായിലേക്ക് റോഡ് വേണോ എന്ന് ചോദിച്ചാലും വേണം എന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. നേരിട്ട് റോഡിലൂടെ എത്താൻ പറ്റുകയാണെങ്കിൽ സന്തോഷമാണ്. പക്ഷെ അതിനുള്ള വിഭവങ്ങൾ നമുക്ക് വളരെ പരിമിതമാണ്. അപ്പൊ ഈ പരിമിതമായ വിഭവങ്ങളും അപരിമിതമായ ആവശ്യങ്ങളും ഇവ തമ്മിൽ എങ്ങനെയാണ് ചേർത്ത് വെക്കേണ്ടത്? ഈ ചിന്തയിൽ നിന്നാണ് ആസൂത്രണത്തിന്റെ, പ്ലാനിങ്ങിന്റെ പ്രാധാന്യം ഉത്ഭവിക്കുന്നത്. ആ പ്രാധാന്യം ഏറ്റവും കൂടുതൽ ലോകത്തെ പരിചയപ്പെടുത്തിയത് സോവിയറ്റ് യൂണിയനാണ്, കമ്മ്യൂണിസമാണ്. അതിൽ നിന്ന് മാതൃക ഉൾക്കൊണ്ടുകൊണ്ടാണ് നെഹ്റു അടക്കം പഞ്ചവത്സര പദ്ധതികൾ ഇന്ത്യയിൽ ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഇന്ന് നരേന്ദ്രമോദി അതിൽ നിന്ന് വ്യത്യസ്തമായി പ്ലാനിംഗ് കമ്മീഷൻ പിരിച്ചുവിടുന്നു, നീതി ആയോഗ് കൊണ്ടുവരുന്നു. ഇതുപോലെ സെക്ടർ വൈസ് പ്ലാനിംഗ് അല്ല വേണ്ടത്, പർട്ടിക്കുലർ പ്രോജക്റ്റുകൾക്കാണ് പ്രാധാന്യം നൽകേണ്ടത് എന്ന് പറയുമ്പോൾ ആ മോദിയുടെ നയമാണ് പിണറായി വിജയൻ കേരള കാര്യത്തിൽ സ്വീകരിക്കുന്നത്. കേരളത്തിന് 1,27,000 കോടി രൂപ കയ്യിലുണ്ട്. ഈ പണം ഉപയോഗിച്ച് നിങ്ങൾ കേരളത്തെ ഏത് രീതിയിലാണ് വികസിപ്പിക്കേണ്ടത് എന്നുള്ള സമഗ്രമായിട്ടുള്ള ഒരു ചിന്തയല്ല, അതിനനുസരിച്ചുള്ള ആസൂത്രണമല്ല പിണറായി വിജയൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മറിച്ച് ഒരു പർട്ടിക്കുലർ പ്രോജക്റ്റ് അത് വേണം. അപ്പൊ പ്ലാനിങ്ങിന് പകരം പ്രോജക്റ്റുകളിലേക്ക് ശ്രദ്ധ മാറുന്നത്, അതിന് മുൻതൂക്കം വരുന്നത്, അത് സോഷ്യലിസ്റ്റ് നയമല്ല, കമ്മ്യൂണിസ്റ്റ് നയമല്ല, അത് നരേന്ദ്രമോദിയുടെ നയമാണ്. ആ നയമാണ് ഈ കേരള കാര്യത്തിൽ പിണറായി വിജയൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് കൂടിയാണ് നമുക്ക് രാഷ്ട്രീയമായി അതിനെ കൃത്യമായിട്ട് എതിർക്കാൻ സാധിക്കുന്നത്. കേരളത്തിന് ഇന്ന് തന്നെ അതിന്റെ സമ്പദ് വ്യവസ്ഥയുടെ അവസ്ഥ, നമ്മുടെ സാമ്പത്തിക രംഗത്തിന്റെ അവസ്ഥ ഒക്കെ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, നമുക്ക് താങ്ങാൻ കഴിയുന്നത് ഇക്കണോമിക്കലി വയബിൾ അല്ല. അത് വയബിൾ ആണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പ്രോജക്ട് റിപ്പോർട്ടുകളിൽ കൃത്രിമം കാണിക്കുന്നു. അതിന്റെ ബെനിഫിറ്റ് സൈഡ് ഇങ്ങനെ വലിയ രീതിയിൽ എസ്കലേറ്റ് ചെയ്ത് കാണിക്കുന്നു. കോസ്റ്റ് സൈഡിനെ മനഃപൂർവ്വം സപ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഇത്രയധികം യാത്രക്കാർ ഇതിലൂടെ യാത്ര ചെയ്യും എന്നൊക്കെ കണക്കുണ്ടാക്കിയാണ്. ആ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്നും വിൽക്കപ്പെടുന്ന ടിക്കറ്റുകൾ വെച്ചുകൊണ്ടൊരു പഠനം നടത്തിയിട്ടുണ്ട്. ഇപ്പൊ വിൽക്കപ്പെടുന്ന കാസർഗോഡ് നിന്നും കണ്ണൂരിൽ നിന്നും കോഴിക്കോട് നിന്നും തിരൂരിൽ നിന്നും ഒക്കെ ഇപ്പോൾ തിരുവനന്തപുരത്തേക്കും തിരിച്ചുമൊക്കെ വരുന്ന ടിക്കറ്റുകളുടെ കണക്കൊക്കെ ഉണ്ട്. ആ കണക്കൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാളൊക്കെ എത്രയോ ഇരട്ടി കൂടുതൽ ആളുകൾ ഈ പുതിയ സംവിധാനം വന്നാൽ യാത്ര ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് തൊണ്ട തൊടാതെ മെഴുകാൻ പറ്റുന്ന കണക്കുകളല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതോടൊപ്പം പറയുന്നു DPR തയ്യാറായി, അത് പുറത്തുവിടുന്നില്ല. അത് ഭയങ്കര വലിയ രഹസ്യ സ്വഭാവമുള്ള ഒരു ഡോക്യുമെന്റ് ആണ്, അതൊരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ്, അത് ഫണ്ടിങ് ഡോണേഴ്സിന് മാത്രം നൽകാനുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് കുറെ കാലം അത് പൂർത്തിവെച്ചു. ആ DPR കുറച്ച് ഡീറ്റെയിൽസ് പുറത്തു വന്നു. അതിന്റെ ഭാഗമായിട്ടുള്ള അലൈൻമെന്റ് തീരുമാനിച്ചു എന്ന് പറയുന്നു. അതിനുശേഷം ഭൂമി ഏറ്റെടുക്കൽ നടപടികളിലേക്ക് കടക്കുന്നു. ഇതൊക്കെ കടന്നതിന് ശേഷം ഇപ്പൊ പറയുന്നു അലൈൻമെന്റിൽ വേണമെങ്കിൽ മാറ്റം വരുത്താം. പുതിയതായി 10-150 ഹെക്ടർ ഭൂമി കൂടി വേറെ ഏറ്റെടുക്കേണ്ടി വരും. അപ്പൊ ആദ്യത്തെ DPR കംപ്ലീറ്റ് പോയില്ലേ? അത് കണക്കാക്കിയ ചെലവുകൾ മുഴുവൻ യുക്തിരഹിതമായി മാറിയില്ലേ? ഒരു കിലോമീറ്റർ ദൂരം നിരപ്പായ സ്ഥലത്ത് കൂടെ കൊണ്ടുപോകുന്നതിന് വേണ്ട ചെലവിന്റെ എത്രയോ ഇരട്ടിയായിരിക്കും അതേ 1 കിലോമീറ്റർ കുറച്ച് വളഞ്ഞ അപ്പുറത്ത് കൂടെ ഒരു പാടത്ത് കൂടെ പോവുകയാണെങ്കിൽ ചെലവ് വലിയ വ്യത്യാസമാണ് വരുന്നത്. അപ്പൊ അങ്ങനെ അലൈൻമെന്റിൽ മാറ്റം വരുത്താന്ന് പറഞ്ഞാൽ ആ പുതിയ അലൈൻമെന്റ് വെച്ചുകൊണ്ട് വേണം പുതിയ പഠനം ഇനി നടത്താൻ. അപ്പോ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതിന്റെ ഒരു കഥ ചുരുക്കം നമുക്കൊക്കെ അറിയാം. ഇങ്ങനെ വലിയ പദ്ധതികൾ വരണം. ആ പദ്ധതികളുടെ പേരിൽ ഇനി പദ്ധതി വന്നില്ലെങ്കിൽ പോലും അതിന് തുടക്കം കുറിക്കുന്നതിന്റെ പേരിൽ, അതിനുവേണ്ടി വലിയ രീതിയിലുള്ള ധനസമാഹരണം നടത്തുന്നതിന്റെ പേരിൽ, ലോൺ എടുക്കുന്നതിന്റെ പേരിൽ പോലും കമ്മീഷൻ അടിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു ലക്ഷ്യവും ഈ കാര്യമായിട്ട് ബന്ധപ്പെട്ട അവർക്കില്ല. ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് അവർക്ക് ഒരു വിഷയമല്ല. അതിന് ഈ രണ്ടാമത്തെ ഭരണം അവർക്ക് വലിയൊരു ആത്മവിശ്വാസം പകർന്നിട്ടുണ്ട്. അത് കേരളത്തെ വലിയ തകർച്ചയിലേക്ക് നയിക്കും എന്ന് നമുക്ക് കാണേണ്ടതായിട്ടുണ്ട്. ഞാൻ വളരെ വിശദമായി മറ്റു കാര്യങ്ങളിലേക്ക് കടന്നു പോകണം എന്ന് കരുതുന്നില്ല. യഥാർത്ഥത്തിൽ
ഏത് വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കേണ്ടത് എന്നതിനെ കുറിച്ച് വ്യക്തത എനിക്ക് നൽകപ്പെടാത്തതുകൊണ്ട് കൂടിയാണ് ഞാനിങ്ങനെ പൊതുവായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞത്. ഇന്ത്യയിൽ നമ്മുടെ രാഷ്ട്രീയം വലിയ ചില മാറ്റങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അല്ലെങ്കിൽ വലിയ ചില മാറ്റങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. ആ മാറ്റം അടിസ്ഥാനപരമായ മറ്റൊന്നിനും വേണ്ടിയില്ല. ഇന്ത്യ എന്ന് പറയുന്ന ആശയത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഇന്ത്യയെ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന ഇന്ത്യ, അത് അഭിമാനത്തോടു കൂടി തന്നെ നമുക്ക് പറയാൻ സാധിക്കും, നമ്മൾ ഉണ്ടാക്കിയ ഇന്ത്യയാണ്, കോൺഗ്രസ് ഉണ്ടാക്കിയ ഇന്ത്യയാണ്. ഇന്ത്യ എല്ലാവരുടേതുമാകണം എന്നുള്ള മുദ്രാവാക്യം, ആ ചിന്ത ഇന്ത്യയിൽ ഉണ്ടായി വന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് എന്നുള്ളത് ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കും. സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം മുഴുവൻ കോൺഗ്രസിന്റെ ആ ആശയധാരയുടെ ലെഗസി പിൻപറ്റുന്നവരാണ്. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാവുന്നത്. 1888 ജോൺ സ്ട്രാഷെ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹം വൈസ്രോയുടെ കൗൺസിലിലെ അംഗമായിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം ഒരു പുസ്തകം എഴുതുന്നുണ്ട്. ഇന്ത്യ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ആ പുസ്തകം ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് ബ്രിട്ടീഷ് സിവിൽ സർവീസിൽ നിന്ന് ഇന്ത്യൻ സിവിൽ സർവീസിലേക്ക് കടന്നു വരുന്ന യുവ ഉദ്യോഗസ്ഥന്മാർക്ക് ഇന്ത്യയെ ഒന്ന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പുസ്തകമായിട്ടാണ്. എന്താണ് നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്ന രാജ്യത്ത്, അതിൻ്റെ ഒരു അവസ്ഥ എന്താണ്, സ്വഭാവം എന്താണ് എന്നൊക്കെ അതിനുള്ള ഒരു പ്രൈമർ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു പുസ്തകമാണ്. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിരവധി പ്രഭാഷണങ്ങൾ നടത്തുന്നുണ്ട്. അതിൽ അദ്ദേഹം ഈ യുവ ഉദ്യോഗസ്ഥന്മാരോട് എടുത്തു പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, the first and foremost thing to understand about India is that there is not and there has never been an India എന്നാണ്. നിങ്ങൾ ഇന്ത്യയെ കുറിച്ച് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രാഥമികമായിട്ടുള്ള കാര്യം, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇല്ല, അങ്ങനെ ഒരു രാജ്യം ഒരു കാലത്ത് ഉണ്ടായിട്ടുമില്ല. ഇത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ അങ്ങോട്ട് ചെല്ലാൻ. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടാണ്. അദ്ദേഹം തുടർന്ന് പറയുന്നത്, the countries we call India, നമ്മൾ ഇന്ത്യ എന്ന് നമ്മൾ വിളിക്കുന്ന രാജ്യങ്ങൾ, അതാണ് ഇന്ത്യ. നമ്മൾ നൽകിയൊരു പേര് മാത്രമാണ്, അങ്ങനെ രാജ്യം ഒരു കാലത്ത് ഉണ്ടായിട്ടില്ല. എന്നിട്ട് അദ്ദേഹം വീണ്ടും പറയുന്നു, സ്കോട്ട്ലൻഡും ഡെൻമാർക്കും തമ്മിലുള്ളതിനേക്കാൾ എത്രയോ വലിയ വ്യത്യാസങ്ങളാണ് ബംഗാളും പഞ്ചാബും തമ്മിലുള്ളത്. സ്കോട്ട്ലൻഡിൽ ഒരുപക്ഷെ നിങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ടോ എന്ന് അറിയില്ല, ഞാൻ പോയിട്ടുണ്ട്. അവിടുത്തെ പുരുഷന്മാരടക്കം ഇടുന്ന വസ്ത്രം ഏതാണ് പാവാട പോലത്തെ വസ്ത്രമാണ്. ഒരുപക്ഷെ TV ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കണ്ടിട്ടുണ്ട്. അവിടുത്തെ ട്രഡീഷണൽ വസ്ത്രത്തിന്റെ കാര്യമാണ്. അപ്പൊ ആ സ്കോട്ട്ലൻഡും ഡെൻമാർക്കും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും പെട്ടെന്ന്. വലിയ അജഗജാന്തരമുള്ള വ്യത്യാസമാണ്. അതിനേക്കാൾ 10 ഇരട്ടി വ്യത്യാസമാണ് ബംഗാളും പഞ്ചാബും തമ്മിൽ. പിന്നെ ഇതെങ്ങനെ ഒരു രാജ്യമാവുക എന്നൊരു ചോദ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ബ്രിട്ടീഷുകാർക്ക് ഒരിക്കലും മനസ്സിലാവുന്നില്ല ഇതെങ്ങനെയാണ് ഒരു രാജ്യമാക്കാൻ പറ്റുക. ഈ പറഞ്ഞ പുസ്തകം പുറത്തു വരുന്നത് 1888 അതിന്റെ 3 വർഷം മുമ്പാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഘടന ഈ രാജ്യത്ത് ഉണ്ടായത് എന്നുകൂടി നമുക്ക് കാണേണ്ടതായിട്ടുണ്ട്. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ സമ്മേളനം ചേരുന്നത് ബോംബെയിലാണ്, രണ്ടാമത്തെ സമ്മേളനം ചേരുന്നത് കൽക്കത്തയിലാണ്, മൂന്നാമത്തെ സമ്മേളനം ചേരുന്നത് മദ്രാസിലാണ്, നാലാമത്തെ സമ്മേളനം ചേരുന്നത് അലഹാബാദിലാണ്. ആ 4 സമ്മേളനം ചേരുന്ന ആ പ്രദേശങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇതൊന്നായി കാണാനുള്ള കാഴ്ചപ്പാട് ആ കാലത്ത് ഉണ്ടായിരുന്നു. 1947 വരെ ബ്രിട്ടീഷുകാർ, ചർച്ചയടക്കമുള്ള ആളുകൾ ഈ പറഞ്ഞ ആ കാഴ്ചപ്പാട് നിൽക്കുകയായിരുന്നു. ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിന് നിലനിൽക്കാൻ സാധിക്കില്ല, മുന്നോട്ട് പോകാൻ പറ്റില്ല, രൂപീകരിക്കാൻ തന്നെ പറ്റില്ല, ദ മോസ്റ്റ് ഇംപ്രോബബിൾ നേഷൻ, അൺലൈക്ലി നേഷൻ എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. അങ്ങനെ സാധ്യത തന്നെയില്ല രാജ്യമായിട്ട് മുന്നോട്ട് പോകാൻ. ഇനി അഥവാ ഉണ്ടായാൽ തന്നെ 10 വർഷത്തിന് അപ്പുറം പോകില്ല. 1952 നമ്മൾ തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ചപ്പോൾ ഒരു കാരണവശാലും ഇതിലേക്ക് പോകരുത് എന്നുള്ള ശക്തമായിട്ടുള്ള വാണിംഗ് ആയിരുന്നു. കാരണം നിങ്ങൾക്കൊന്നും ശീലമില്ല, പരിചയമില്ല. ഞങ്ങളൊക്കെ എത്രയോ നൂറ്റാണ്ടുകളായിട്ട് ജനാധിപത്യം പരിചയിച്ചുകൊണ്ടാണ് ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് നടത്താൻ പറ്റുന്നത്. നിങ്ങളെ കൊണ്ടൊന്നും പറ്റിയ പണിയല്ല. ഇത്രയധികം വൈവിധ്യങ്ങളുള്ള ഒരു നാട്ടിൽ ഏതാണ്ട് 16 കോടിയോളം വോട്ടർമാരുള്ളതിൽ 90% നിരക്ഷരരായിട്ടുള്ള നാട്ടിൽ എങ്ങനെയാണ് നിങ്ങൾ തെരഞ്ഞെടുപ്പ് നടത്താൻ പോകുന്നത്? സ്ഥാനാർത്ഥികൾ രണ്ടാളെ തന്നെ തിരിച്ചറിയാൻ ഇവർക്ക് എങ്ങനെയാണ് കഴിയുക എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചത്. നമ്മൾ 1952 തെരഞ്ഞെടുപ്പ് നടത്തി, 57 തെരഞ്ഞെടുപ്പ് നടത്തി,
62 തെരഞ്ഞെടുപ്പ് നടത്തി, 67 തെരഞ്ഞെടുപ്പ് നടത്തി, 72 തെരഞ്ഞെടുപ്പ് നടത്തി. എല്ലാ 5 വർഷവും കൂടി ഈ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ മോസ്റ്റ് പ്ലാൻഡ് ഹ്യൂമൻ എക്സർസൈസ് എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യർ ഒരുമിച്ച് ഒരു ലക്ഷ്യത്തിന് വേണ്ടി വളരെ കൃത്യമായി ഇടപെട്ട് പ്രവർത്തിച്ച് വിജയത്തിലെത്തിക്കുന്ന മനുഷ്യർ ഏറ്റവും കൂടുതൽ ഒന്നിച്ചു ചേരുന്ന ഒരു എക്സർസൈസ് ഇന്ന് ഇന്ത്യൻ തെരഞ്ഞെടുപ്പുകളാണ്. ലോകത്തെ ഒരിടത്തും ഇത്രയും കോർഡിനേറ്റഡ് ആയിട്ട് ഒരു എഫർട്ട് വിജയത്തിലെത്തിക്കാൻ നമുക്ക് ഒരു രാജ്യത്തും സാധിക്കുന്നില്ല. അപ്പൊ ആ നിലയിൽ ഇന്ത്യയുടെ ജനാധിപത്യത്തെ രൂപപ്പെടുത്തിയത് നമ്മളാണ്. ഒരു കോൺഗ്രസ്സുകാരൻ എന്ന നിലയിൽ എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആശയപരമായ ഈ രാജ്യത്തിനുള്ള ഏറ്റവും വലിയ സംഭാവനയാണ് ഇന്ത്യയുടെ ഭരണഘടന. കോൺഗ്രസിന്റെ വിവിധ സമ്മേളനങ്ങളിൽ ഉണ്ടായ ചർച്ചകളും പ്രമേയങ്ങളും അതൊക്കെയാണ് പിൽക്കാലത്ത് ഇന്ത്യയുടെ ഭരണഘടനയുടെ ആശയപരമായ അടിത്തറയായിട്ട് മാറിയത്. 1931 കറാച്ചിയിൽ കോൺഗ്രസിന്റെ സമ്മേളനം നടക്കുന്നത്. ആ സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു പ്രമേയത്തിന്റെ പേര് റെസൊല്യൂഷൻ ഓൺ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നായിരുന്നു. ഈ മൗലികാവകാശങ്ങളെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാട് 1931 അവതരിപ്പിച്ചത്. അതിന് 17 വർഷത്തിന് ശേഷമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. അതിന് തൊട്ട് മുമ്പത്തെ ലാഹോർ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് 1929 പൂർണ്ണ സ്വരാജാണ് ദേശീയ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യമെന്ന് തീരുമാനിക്കപ്പെടുന്നത്. അപ്പോ സ്വാതന്ത്ര്യം ലക്ഷ്യമായി തീരുമാനിക്കപ്പെട്ടതിന്റെ തൊട്ടടുത്ത വർഷത്തിൽ നടക്കുന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ നമ്മൾ തീരുമാനിച്ചെന്താ, ഈ സ്വാതന്ത്ര്യമൊക്കെ എന്തെങ്കിലും കൈ കിട്ടിയാൽ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഉറപ്പുവരുത്തേണ്ട മൗലികാവകാശങ്ങളെ കുറിച്ചാണ്. അതിലാണ് ഈ പറയുന്ന അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യവും സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ജെൻഡർ ഈക്വാലിറ്റി നടപ്പാക്കേണ്ടതിന്റെ കാര്യവും തൊഴിലാളികളുടെ തൊഴിൽ സമയം തിട്ടപ്പെടുത്തേണ്ട കാര്യവും ബാലവേല നിരോധിക്കേണ്ട കാര്യവും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിലാണ് വരുന്നത്. ഈ പ്രമേയത്തിന്റെ ഏറ്റവും വലിയ ഒരു സവിശേഷത, കൗതുകരമായിട്ടൊരു കാര്യം പക്ഷെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഈ പ്രമേയം തയ്യാറാക്കുന്നത് ജവഹർലാൽ നെഹ്റുവാണ്. അതിന് അദ്ദേഹത്തെ സഹായിക്കുന്നത് സുഭാഷ് ചന്ദ്രബോസാണ്. ആ സമ്മേളനത്തിൽ വെച്ച് ഈ പ്രമേയം അവതരിപ്പിക്കുന്നത് മഹാത്മാഗാന്ധിയാണ്. ആ കറാച്ചി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ന് പുതിയ ചരിത്രവേദനകൾ കടന്നു വരികയാണ്. ഇവരൊക്കെ പരസ്പരം കണ്ടാമണ്ടാകാത്ത, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ നിമിഷത്തിലും പാല വെച്ചുകൊണ്ടിരുന്ന ആളുകളാണ് എന്ന് പറഞ്ഞ് സംഘപരിവാർ പുതിയ ചരിത്രവേദനകളുമായിട്ട് കടന്നു വരുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കണം എത്ര പരസ്പര ധാരണയിലാണ്. വ്യത്യസ്ത കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇവരൊക്കെ ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന വലിയ ലക്ഷ്യവും ഇന്ത്യയെ ഒരു ആധുനിക ജനാധിപത്യ മതനിരപേക്ഷ രാജ്യമായി രൂപപ്പെടുത്തിയെടുക്കേണ്ടതിന്റെ ആവശ്യകതയും ഒക്കെ മനസ്സിലാക്കി എത്ര സൗഹാർദ്ദപരമായും സഹകരണാത്മകമായിട്ടുമാണ് ആ ലക്ഷ്യങ്ങളിൽ അവർ ഒന്നിച്ചു നിന്നത് എന്നുള്ളതിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയായി ഇതുപോലെയുള്ള ഓരോ സംഭവങ്ങൾ മാറുകയാണ്. പിന്നീട് 1946, 47 കാലത്ത് ഇന്ത്യയുടെ ഭരണഘടന രൂപീകരിക്കാൻ വേണ്ടി കൃത്യമായി മുന്നോട്ട് വന്നപ്പോൾ, കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി രൂപീകരിക്കപ്പെട്ടപ്പോൾ വീണ്ടും തീർച്ചയായിട്ടും അഭിമാനത്തോടു കൂടി തന്നെ നമുക്ക് പറയാൻ സാധിക്കും, അതിൽ 82% അംഗങ്ങളും കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിലെ കോൺഗ്രസിന്റെ പ്രതിനിധികളായിരുന്നു. 299 അംഗങ്ങളാണ് ആകെ ഉണ്ടായിരുന്നത്. അതിൽ 82% ആളുകൾ കോൺഗ്രസിന്റെ പ്രതിനിധികളായിരുന്നു. സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരടക്കമുള്ള അന്നത്തെ കോൺഗ്രസിന്റെ ഭാഗമായിരുന്നു. ബാക്കി എല്ലാ ആളുകൾക്കും കൂടി ആകെ ഉണ്ടായിരുന്നത് 15 അംഗങ്ങളാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ഇന്ന് കമ്മ്യൂണിസ്റ്റുകളൊക്കെ ഭരണഘടനയുടെ വലിയ വക്താക്കളായി കടന്നു വരുമ്പോൾ ഒക്കെ ഭരണഘടന ഇങ്ങനെ ഉയർത്തിക്കാട്ടി പറയുമ്പോൾ ഭരണഘടനാ മൂല്യങ്ങളുടെ സംരക്ഷകർ തങ്ങൾ മാത്രമാണ് എന്ന് നടിച്ച് കടന്നു വരുമ്പോൾ നമുക്ക് അവരെ ഓർമ്മപ്പെടുത്താനുള്ള കാര്യം, ഈ ഭരണഘടന എഴുതിയുണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ ഈ സ്വാതന്ത്ര്യത്തെ പോലും അംഗീകരിക്കാത്ത ആളുകളായിരുന്നു. ഈ ഭരണഘടന എഴുതിയുണ്ടാക്കുന്ന 47-48 കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെട്ട ഒരു സംഘടനയായിരുന്നു. കാരണം അവർ ഈ സ്വാതന്ത്ര്യത്തെ അംഗീകരിച്ചിരുന്നില്ല. ഇന്ത്യക്ക് ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. ഇത് ആഗസ്റ്റ് 15 അല്ല, 15 നെഹ്റു എന്ന് പറയുന്നത് ഇന്ത്യയുടെ ചിയാങ് കൈഷക്കാണ്. നെഹ്റുവിനെ സായുധ വിപ്ലവത്തിലൂടെ അട്ടിമറിച്ച് ചെങ്കോട്ടയിൽ ചെങ്കൊടി ഉയർത്തുമ്പോൾ മാത്രമാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം പൂർണ്ണമാവുകയുള്ളൂ, അപ്പോൾ മാത്രമേ ഞങ്ങൾ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് കൽക്കത്ത തീസിസുമായി മുന്നോട്ട് പോവുകയും അതിന്റെ പേരിൽ നിരോധനം നേരിടുകയും EMS AK ഗോപാലൻ അടക്കമുള്ള ആളുകളൊക്കെ ഒളിവിൽ പോവുകയും ഒക്കെ ചെയ്ത കാലഘട്ടത്തിലാണ് ഇന്ത്യക്ക് വേണ്ടി നമ്മൾ ഒരു ഭരണഘടന തയ്യാറാക്കിയത്. ആ ഭരണഘടന നിലവിൽ വരുന്നത് 1950 ജനുവരി 26-നാണ്. അതിന് 3 ദിവസത്തിന് ശേഷമാണ് കോമിൻഫോം എന്ന് പറയുന്ന അന്താരാഷ്ട്ര തലത്തിലെ കമ്മ്യൂണിസ്റ്റുകളുടെ
കൂട്ടായ്മയുടെ മുഖപത്രത്തിലെ ഒരു മുഖപ്രസംഗത്തിൽ ഇനി സായുധ വിപ്ലവം ഇന്ത്യയിൽ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് അവർ ആദ്യമായിട്ട് സമ്മതിക്കുന്നത്. അതായത് ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം 3 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഭരണഘടന നിലവിൽ വന്നതുകൊണ്ട് ഇനിയിപ്പോൾ പറയപ്പെട്ട മുന്നോട്ട് പോകാൻ പറ്റില്ല, ഭരണഘടനയ്ക്ക് വിധേയമായി എങ്ങനെയെങ്കിലും പ്രവർത്തനാനുമതി നേടിയെടുക്കുക എന്നുള്ള അടവ് നയത്തിലേക്ക് മാറേണ്ടതുണ്ട് മനസ്സിലാക്കിക്കൊണ്ടൊരു തന്ത്രപരമായ സമീപന എന്ന നിലയിൽ അളപറ്റിക്കാൻ വേണ്ടിയിട്ട് ആണെങ്കിൽ പോലും ഭരണഘടനയെ അംഗീകരിക്കാൻ അവർ തയ്യാറായത് ഇതിനൊക്കെ ശേഷം ഇത് നിലവിൽ വന്നതിന്റെ 3ാമത്തെ ദിവസമാണ് എന്നുകൂടി നമുക്ക് കാണേണ്ടതായിരുന്നു. ഇതൊക്കെ ചരിത്രത്തിൽ നിലനിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ഇന്ന് വന്നുകൊണ്ട് ഞങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കിയതാണ് എന്ന് നടിച്ചു മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ ഉള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയായി ഇതുപോലെയുള്ള ഓരോ അവസരങ്ങളും മാറണം. ഏതായാലും ഇവിടെ ലോഹ്യ പൊളിറ്റിക്കൽ സ്കൂൾ എന്ന് പറയുന്ന നിങ്ങളുടെ ഈ ഒരു വലിയ ഇടപെടൽ അതിന്റെ ഭാഗമായിട്ട് ഓരോ ആഴ്ചയിലും ഇവിടെ പറഞ്ഞതുപോലെ സ്റ്റഡി ക്ലാസ്സുകളൊക്കെ നടത്തുമ്പോൾ നിങ്ങൾ അതിനുവേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയങ്ങൾ കാണുമ്പോൾ തന്നെ വലിയ സന്തോഷം തോന്നുകയാണ്. തീർച്ചയായിട്ടും നമ്മളൊക്കെ ചർച്ച ചെയ്യുകയും രൂപീകരണങ്ങൾക്ക് നേതൃത്വം നൽകുകയും ഒക്കെ ചെയ്യേണ്ടുന്നതായിട്ടുള്ള നിരവധിയായിട്ടുള്ള വിഷയങ്ങളാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഭരണഘടനാ നിർമ്മാണ വേളയിലോ ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിലോ യാതൊരു പങ്കാളിത്തവും വഹിച്ചിട്ടില്ലാത്ത ആളുകൾ ഇന്ന് അതിനെ മുഴുവൻ കൈയടക്കാനും അതിനെ മുഴുവൻ തങ്ങൾക്ക് അനുകൂലമായി അട്ടിമറിക്കാനും ശ്രമിക്കുന്ന ഒരു കാലത്ത് നിന്നുകൊണ്ട് നമുക്ക് ഇന്ത്യ എന്ന് പറയുന്ന ആശയത്തെ വീണ്ടെടുക്കാനുള്ള ഒരു വലിയ പോരാട്ടങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട്. നേരത്തെ ഇവിടെ പറഞ്ഞത് വലിയ സന്തോഷത്തോടു കൂടി, എന്നാൽ അതോടൊപ്പം വലിയ ഉത്തരവാദിത്തത്തോടു കൂടി ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. ഇത് ചെയ്യാൻ ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മാത്രമേ ദേശീയ തലത്തിൽ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ അഭിപ്രായത്തെ ഒരു വലിയ ഉത്തരവാദിബോധത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ ഏറ്റെടുക്കുന്നത്. കാരണം ആ തിരിച്ചറിവ് രാജ്യം മുഴുവൻ ഉണ്ടാകണമെന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഉണ്ടായി വരുന്നുണ്ട് തീർച്ചയായിട്ടും. വ്യക്തിപരമായ ഇച്ഛാബന്ധം കൊണ്ട് ചില ആളുകളൊക്കെ പോകുന്നുണ്ട്, അക്കരപ്പച്ച തേടി പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി ചില ആളുകൾ പോകുന്നുണ്ട്. പക്ഷെ പോകുന്നത് അനിൽകുമാർമാരാണെങ്കിൽ വരുന്നത് കനയ്യകുമാർമാരാണ് എന്നുള്ളതാണ്. ഇതിലേതാണ് മെച്ചപ്പെട്ട നേതൃത്വം എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നതാണ്. ആ വരുന്ന ആളുകൾ കടന്നു വരുന്നത് തീർച്ചയായിട്ടും ഈ പറയുന്ന ദേശീയ തലത്തിലെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടാണ്. കനയ്യകുമാറിനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ കനയ്യകുമാറിന് എന്തായാലും BJP പോകാൻ പറ്റില്ല. കൃത്യമായ സംഘപരിവാർ വിരുദ്ധ നിലപാടുള്ള ഒരു യുവ നേതാവാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹം ബീഹാറിലെ നേതാവ് കൂടിയാണ്. ബീഹാറിൽ അദ്ദേഹത്തിന് പോകാൻ സാധിക്കുമായിരുന്ന മറ്റു പല പാർട്ടികളും ഉണ്ടായിരുന്നു BJP വിരുദ്ധ പക്ഷത്ത്. അവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ അടുത്ത തവണ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വരെ അദ്ദേഹത്തിന് കടന്നു വരാൻ കഴിയുന്ന മറ്റ് സാധ്യതകൾ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും വേണ്ടാന്ന് വെച്ചിട്ടാണ് ബീഹാറിലെ 1-ാം നമ്പർ പാർട്ടി അല്ലാത്ത 2-ാം നമ്പർ പാർട്ടി അല്ലാത്ത 3-ാം നമ്പറിലോ 4-ാം നമ്പറിലോ ഇന്ന് ബീഹാറിൽ നിൽക്കുന്ന കോൺഗ്രസിലേക്ക് വരാൻ അദ്ദേഹം തയ്യാറായത് എന്ന് പറയുമ്പോൾ രാഷ്ട്രീയത്തിലെ താൽക്കാലികമായിട്ടുള്ള ശരികളും സാധ്യതകളുമല്ല, മറിച്ച് വിശാലമായിട്ടുള്ള ആശയപരമായ തിരിച്ചറിവുകളാണ്, തിരുത്തലുകളാണ് അദ്ദേഹത്തെ പോലുള്ള ആളുകളെ നയിക്കുന്നത് എന്ന് കാണുമ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഉത്തരവാദിത്വം വർദ്ധിക്കുകയാണ്. ആ ഉത്തരവാദിത്വം കേരളത്തിൽ ഭംഗിയായിട്ട് നിർവഹിക്കാൻ നമുക്ക് ഇങ്ങനെ ഒന്നിച്ചു നിൽക്കാൻ സാധിക്കണം. ഈ കൂട്ടായ്മയെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. ഇന്ന് ഈ രാജ്യത്തിന്റെ എല്ലാ നന്മകളെയും തകർത്തുകൊണ്ട്, കർഷകരെ തെരുവിൽ സമരരംഗത്തേക്ക് തള്ളിവിട്ടുകൊണ്ട്, ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരെ പോലും വിലക്കയറ്റം കൊണ്ട് അവരുടെ നട്ടലൊടിക്കുന്ന അവസ്ഥയിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ഒരു ഭരണകൂടം മുന്നോട്ട് പോകുമ്പോൾ ഓരോ ഘട്ടത്തിലും അതിനെതിരെ തെരുവുകളിൽ സമരസജ്ജരായി കടന്നു വരുന്നത് നമ്മുടെ കൂട്ടത്തിൽ നിന്നുള്ള ആളുകളാണ്. CPM ഇപ്പോഴും അതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് പെട്രോളിനും ഡീസലിനും കേരളത്തിൽ വില കുറയ്ക്കാൻ തങ്ങളാൽ കഴിയുന്ന ചെറിയ ഒരു ചുവടുവെപ്പെങ്കിലും പിണറായി വിജയൻ നടത്തുന്നില്ല എന്ന ചോദ്യത്തിന് ഇങ്ങനെ കണക്കുകൾ മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ സോഷ്യലിസ്റ്റ് ആളുകളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യത്തെ കുറിച്ച് കൂടി ഒന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. സോഷ്യലിസം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു ഇക്കണോമിക് പദ്ധതി എന്ന നിലയിൽ എല്ലാ കാര്യങ്ങളും സ്റ്റേറ്റിന്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ വരണം എന്ന് പറയുന്ന ഒരു ആശയമായിട്ടല്ല ഇന്ത്യയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. തുടക്കം തൊട്ട് തന്നെ അങ്ങനെയായിരുന്നു. സോഷ്യലിസം എന്ന് പറയുന്നത് ഭരണഘടനയിൽ തന്നെ ആ വാക്ക് കടന്നു വരുന്നത് 1977 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. അടിയന്തരാവസ്ഥ കാലത്താണെന്ന് ആലോചിച്ചു നോക്കാം. പക്ഷേ അതിനു മുമ്പ് തന്നെ സോഷ്യലിസം എന്ന് പറയുന്ന ആശയത്തെ ഇന്ത്യൻ ഭരണഘടന ഉൾക്കൊണ്ടിരുന്നത്
അവസര സമത്വം എന്നുള്ള ആശയത്തിലാണ്, ആ കാഴ്ചപ്പാടിലാണ്. ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി എന്ന് ഭരണഘടനയിൽ പറയുന്ന ആ ആശയത്തിലാണ് സോഷ്യലിസം കടന്നു വരുന്നത്. അവസര സമത്വമാണ് നമ്മൾ ഉറപ്പുവരുത്തുന്നത്. അതല്ലാതെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ, പൊട്ടുസൂചി തൊട്ട് റോക്കറ്റ് വരെ ആരെല്ലാം എവിടെയെല്ലാം എന്തെല്ലാം അളവിൽ ഉൽപ്പാദിപ്പിക്കണം എന്ന് ഓരോ ഘട്ടത്തിലും സ്റ്റേറ്റ് തീരുമാനിക്കുന്ന ഒരു ടോട്ടൽ കൺട്രോൾ ഓഫ് ഇക്കോണമി എന്നുള്ളതല്ല സോഷ്യലിസത്തിന്റെ പ്രായോഗികമായിട്ടുള്ള പ്രവർത്തന പാത. അത് പരാജയപ്പെട്ട മോഡലാണ്. ആ കമ്മ്യൂണിസത്തെ കൃത്യമായി തിരിച്ചറിയാൻ, അതിന്റെ പരാജയ കാരണങ്ങൾ മനസ്സിലാക്കാനും നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കമ്മ്യൂണിസ്റ്റുകൾ ഇപ്പോൾ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ട്രാപ്പിൽ നമ്മൾ വീണ് പോകരുത് എന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഒരു പക്ഷേ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ അല്പം വ്യത്യസ്തമായിട്ടുള്ള എൻ്റെ അഭിപ്രായമായിരുന്നു ഞാനിത് പറഞ്ഞത്. ഒരു കാര്യം എൻ്റെ ബോധ്യത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യ കണ്ട ഏറ്റവും വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത്, ഇന്ത്യക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ ഗുണപരമായി മാറിയിട്ടുള്ള, ഇന്ത്യയെ പുതിയ ഒരു കരുത്തിലേക്കും ലോകത്തിന്റെ നെറുകയിലേക്കും നയിച്ചിട്ടുള്ള ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് 1991 ശേഷം നമ്മൾ നടപ്പാക്കിയ സാമ്പത്തിക പരിഷ്കാര പദ്ധതികൾ തന്നെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. മനുഷ്യ ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടായ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് ഏറ്റവും കുറഞ്ഞ കാലം കൊണ്ട് ഏറ്റവും കൂടുതൽ ആളുകളെ ദാരിദ്ര്യത്തിൽ നിന്ന് മിഡിൽ ക്ലാസ്സിലേക്ക് ഉയർത്താൻ കഴിഞ്ഞ ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ പേരാണ് ഇന്ത്യയുടെ സാമ്പത്തിക പരിഷ്കാരം എന്നുള്ളതാണ്. അതിന്റെ 30 വർഷത്തിന് ഇപ്പുറം നിന്നുകൊണ്ട് പറയാൻ നമ്മൾ തയ്യാറാണ്. നിങ്ങൾ എത്രത്തോളം പറയുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ആ ദിശയിലേക്ക് കൂടി നിങ്ങളുടെ ചർച്ചകൾ മാറണം എന്ന് യോഗ്യ സ്കൂളിന്റെയും മറ്റും ഭാവി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എൻ്റെ ഒരു നിർദ്ദേശമായിട്ട് ഞാൻ സമർപ്പിക്കുകയാണ്. സാമ്പത്തിക പരിഷ്കാരം എന്ന് പറയുന്നത് എന്തോ വലിയ അബദ്ധമാണ്, എന്തോ വലിയ ദുരന്തമാണ്, വലിയ പ്രശ്നങ്ങളാണ് ഈ രാജ്യത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്, ഒരു നന്മയും അതിനില്ല എന്നുള്ള നിലയിലുള്ള കൃത്യമായിട്ടുള്ള നെറേറ്റീവ് ഇവിടെ CPM-ഉം ഇടതുപക്ഷവും സൃഷ്ടിച്ചു, സോക്കാട് ഇടതുപക്ഷവും കമ്മ്യൂണിസ്റ്റ് പക്ഷവും സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ വീണു പോകരുത് എന്ന് കൂടി എനിക്കൊരു അഭ്യർത്ഥനയായിട്ട് മുന്നോട്ട് വയ്ക്കാനുണ്ട്. കാരണം ഈ രാജ്യത്തെ ഓരോ വ്യക്തിയുടെയും ജീവിത നിലവാരം കഴിഞ്ഞ 30 വർഷത്തിനകത്ത് വർദ്ധിച്ചിരിക്കുകയാണ്. ഓരോ വ്യക്തിയുടെയും പർച്ചേസിംഗ് പവർ ഈ നാട്ടിൽ വർദ്ധിച്ചിരിക്കുകയാണ്. ഈ നാട്ടിൽ സാക്ഷരത വർദ്ധിച്ചിരിക്കുകയാണ്, ആയുർദൈർഘ്യം വർദ്ധിച്ചിരിക്കുകയാണ്, സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുകയാണ്, പോഷകാഹാര കുറവ് കുറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണ് വികസനം. ഇതിന് ഇടവരുത്തിയത് സാമ്പത്തിക പരിഷ്കാരമാണ്. ഇന്ത്യൻ ഇക്കോണമിയുടെ വളർച്ച തന്നെയാണ് ഇതുപോലെയുള്ള പദ്ധതികൾ ഏറ്റെടുക്കാനും, തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവരാനും, ഭക്ഷ്യസുരക്ഷാ പദ്ധതി കൊണ്ടുവരാനും, സർവശിക്ഷാ അഭിയാൻ കൊണ്ടുവരാനും, നാഷണൽ ഹെൽത്ത് മിഷൻ കൊണ്ടുവരാനും, പുതിയ IIT-കളും IIM-കളും ആരംഭിക്കാനും, പുതിയ റോഡുകളും ഗ്രാമീണ മേഖലയിലേക്കുള്ള കണക്ടിവിറ്റിയും വർദ്ധിപ്പിക്കാനും, ലോകത്തിലെ ഏറ്റവും ചെലവ് കുറഞ്ഞ മൊബൈൽ ഫോൺ കണക്ടിവിറ്റി ഉറപ്പുവരുത്താനും, ഏറ്റവും കൂടുതൽ ഗ്രാമങ്ങളെ വൈദ്യുതീകരിക്കാനും, ഏറ്റവും കൂടുതൽ ഗ്രാമങ്ങളിലേക്ക് കുടിവെള്ളം പൈപ്പ് ലൈനിലൂടെ എത്തിക്കാനും ഒക്കെ നമുക്ക് കഴിഞ്ഞത് ഈ സാമ്പത്തിക പരിഷ്കാരത്തിന് ശേഷമാണ്. ഇന്ത്യയിൽ ക്ഷേമ പെൻഷനുകൾ രാജ്യവ്യാപകമായിട്ട് ആരംഭിച്ചത്, വീണ്ടും ഒരു തിരിച്ചുവരവ് നടത്തിയത് നരസിംഹറാവു 1995-ലാണ് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. അതിനു മുമ്പ് വളരെ ചുരുക്കം ചില സ്ഥലങ്ങളിൽ മാത്രം ഉണ്ടായിരുന്ന കുട്ടികളുടെ ഉച്ചഭക്ഷണ പദ്ധതി രാജ്യം മുഴുവൻ ഇന്ന് വ്യാപിപ്പിച്ചത്, മിഡ് ഡേ മീൽ സ്കീം നടപ്പാക്കിയത് 1995-ന് ശേഷമാണ്. സാമ്പത്തിക പരിഷ്കാരത്തിന്റെ പ്രയോജനം മെല്ലെ ഇങ്ങനെ കിട്ടിത്തുടങ്ങിയതിന് ശേഷമാണ്. പെൻഷനുകൾ ആരംഭിച്ചത് അതിനു മുമ്പ് വളരെ കുറച്ച് സ്ഥലങ്ങളിൽ, കേരളം പോലുള്ള കുറച്ച് സ്ഥലങ്ങളിൽ കുറച്ച് കാര്യങ്ങൾക്ക് മാത്രം ഉണ്ടായിരുന്ന പെൻഷൻ ഒരു രാജ്യവ്യാപകമായിട്ടുള്ള സിസ്റ്റമായിട്ട് മെല്ലെ മാറുന്നതിന്റെ പുറകിലുള്ള കാരണം ഇന്ത്യക്ക് സാമ്പത്തിക വളർച്ച ഉണ്ടായതുകൊണ്ടാണ്. ആ സാമ്പത്തിക വളർച്ച നമുക്ക് കൈവരിക്കാൻ സാധിക്കേണ്ടതായിട്ടുണ്ട്, അതിന് തുടർച്ച ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അത് കൂടുതൽ നരേന്ദ്രമോദിയുടെ ക്രോണി ക്യാപിറ്റലിസവും നമ്മൾ ഉദ്ദേശിക്കുന്ന ആ സാമ്പത്തിക വികസനവും രണ്ടും രണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നയം അതാണ് മോഡി ആവർത്തിക്കുന്നത്. ഇത് രണ്ടും ഉത്തരവാദികളാണ്, എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്തരവാദി മൻമോഹൻ സിംഗ് ആണ് എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു പ്രചരണം ഇവിടെ നടക്കുമ്പോൾ അത് അങ്ങനെയല്ല എന്ന് പറയാൻ കോൺഗ്രസ്സുകാരോടൊപ്പം നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാകണം എന്ന് കൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില ഏറ്റവും വലിയ ആക്ഷേപം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് മുഴുവൻ മൻമോഹൻ സിംഗ് ചെയ്തു വെച്ച ഒരു വലിയ അപരാധമാണ്, അല്ലെ? CPM-കാരെ സംബന്ധിച്ച് ഈ രാജ്യത്തിന്റെ എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്തരവാദി മൻമോഹൻ സിംഗ് ആണ്. BJP-കാരെ സംബന്ധിച്ച് ഈ രാജ്യത്തിന്റെ എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്തരവാദി നെഹ്റുവാണ്. അതേ വ്യത്യാസമുള്ളൂ. ആരുടെ തലയ്ക്ക് വെക്കണം എന്നുള്ളതിന്റെ കാര്യത്തിൽ മാത്രമേ അവർ തമ്മിൽ വ്യത്യാസമുള്ളൂ. ഒരു കൂട്ടർ പറയുന്നത് ഇതെല്ലാം നെഹ്റു ഉണ്ടാക്കിയ കുഴപ്പമാണ്, വേറെ കൂട്ടർ പറയുന്നത് ഇത് മുഴുവൻ മൻമോഹൻ സിംഗ് ഉണ്ടാക്കിയ കുഴപ്പമാണ്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ, പ്രത്യേകിച്ച് പെട്രോളിന്റെ പ്രൈസിംഗ് ഡീറെഗുലേഷൻ എന്ന് പറയുന്ന ഒരു പോളിസി നമ്മൾ രൂപീകരിക്കാൻ തീരുമാനിച്ചു. ഏറ്റവും യുക്തിസഹമായിട്ടുള്ള ഒരു തീരുമാനമായിട്ടാണ് ഞാനത് നോക്കിക്കാണുന്നത്. കാരണം
നമുക്കറിയാം, ഫണ്ടമെന്റൽ എക്കണോമിക്സ് പഠിച്ച എല്ലാവരും പറയും. നമ്മളൊന്നും എക്കണോമിക്സിൽ വളരെ ആഴത്തിൽ അവഗാഹമുള്ള ആളുകളല്ല. ഞാൻ എന്റെ കാര്യം പറയാം, ബാക്കിയുള്ള ആളുകൾ ഒരു പക്ഷേ ഉണ്ടായിരിക്കും. പക്ഷെ ഏതൊരു ഉൽപ്പന്നത്തിന്റെയും പ്രൈസ്, അതിന്റെ വില തീരുമാനിക്കപ്പെടുന്നത് അതിന്റെ ഉൽപാദന ചെലവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അങ്ങനെ അല്ലാതെ മാർക്കറ്റ് മെക്കാനിസത്തിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഉൽപാദന ചെലവിന് അനുസൃതമായിട്ട് വില വന്നില്ല എങ്കിൽ എവിടെയെങ്കിലും ഒരു നഷ്ടം ഉണ്ടാവും. ആ നഷ്ടം ആരെങ്കിലും ഒക്കെ സഹിക്കേണ്ടി വരും. ചിലപ്പോൾ അത് പ്രത്യക്ഷത്തിൽ ഒരാൾ സഹിക്കേണ്ടി വരും, അതല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് മറ്റെല്ലാവരും കൂടി സഹിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ പെട്രോൾ ആവട്ടെ, ഡീസൽ ആവട്ടെ, ഇതുപോലുള്ള പ്രൊഡക്ട്സ് ആവട്ടെ, അതിന്റെ അസംസ്കൃത വസ്തുവായിട്ടുള്ള ക്രൂഡ് ഓയിലിന്റെ വിലയുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെയാണ് തീരുമാനിക്കപ്പെടേണ്ടത്. ഇതിന്റെയൊക്കെ വില 1990-കളിലൊക്കെ ഇന്ത്യക്ക് ആവശ്യമുള്ള ക്രൂഡ് ഓയിലിന്റെ ഏതാണ്ട് 65% മാത്രമാണ് നമ്മൾ ഇറക്കുമതി ചെയ്തിരുന്നത്. ഇന്ന് ഏതാണ്ട് 96% നമ്മൾ ഇറക്കുമതിയെ ആശ്രയിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അന്തർദേശീയ മാർക്കറ്റിലെ ക്രൂഡ് ഓയിലിന്റെ വിലയാണ് ഇതിന്റെയൊക്കെ പ്രൈസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിറ്റർമിനന്റ് ആയിട്ട് മാറേണ്ടത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ വലിയ കുഴപ്പമില്ലാതെ പോവുകയായിരുന്നു. പെട്ടെന്നാണ് ഈ ക്രൂഡ് ഓയിൽ പ്രൈസ് 2010 കാലത്തൊക്കെ വലിയ രീതിയിൽ വർദ്ധിക്കാൻ തുടങ്ങി. 2008 ശേഷം ഒരു $60 വരെയാണെങ്കിൽ കുഴപ്പമില്ല, $70, $80 വരെയാണെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാം. പക്ഷെ $80 ശേഷം 90,000, 100,000, 110,000, 130,000, 145 വരെ ഒരു ഘട്ടത്തിൽ വളർന്ന സാഹചര്യത്തിൽ ഓരോ വർഷവും ഏതാണ്ട് 74,000 കോടി രൂപ അധിക സബ്സിഡി നൽകേണ്ടതായിട്ട് വരികയാണ്. ഇങ്ങനെ അധിക സബ്സിഡി ഖജനാവിൽ നിന്നെടുത്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് നൽകാൻ പിന്നെയും മുന്നോട്ട് പോയാൽ സ്വാഭാവികമായിട്ടും അത് നമ്മുടെ ഡെഫിസിറ്റിൽ പ്രതിഫലിക്കും, നമ്മുടെ കമ്മി വർദ്ധിക്കും. അല്ലെങ്കിൽ ആ കമ്മി നികത്തുന്നതിന് വേണ്ടി നമുക്ക് മറ്റു തരത്തിലുള്ള എക്സ്പെൻഡിച്ചർ കുറയ്ക്കേണ്ടി വരും. വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള നീക്കിയിരിപ്പ് കുറയ്ക്കേണ്ടി വരും, ആരോഗ്യ മേഖലയ്ക്ക് നീക്കിവെക്കുന്ന പണം കുറയ്ക്കേണ്ടി വരും, ഫെർട്ടിലൈസർ സബ്സിഡി കുറയ്ക്കേണ്ടി വരും, ഫുഡ് സബ്സിഡി കുറയ്ക്കേണ്ടി വരും, ഡിഫൻസ് എക്സ്പെൻഡിച്ചർ കുറയ്ക്കേണ്ടി വരും, എല്ലാ തരത്തിലുള്ള സാമൂഹ്യക്ഷേമ പദ്ധതികളിലും വെട്ടിക്കുറവ് വരുത്തേണ്ടി വരും. അങ്ങനെ ഒരു പരിധിക്കപ്പുറത്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യ ബോധത്തിലാണ് 74,000 കോടി രൂപയുടെ വരെ ഒരു അധിക ബാധ്യത ഓരോ വർഷവും ഏറ്റെടുക്കേണ്ടി വന്ന ഘട്ടത്തിലാണ് ഈ പ്രൈസ് ലിങ്ക് ചെയ്യാൻ തീരുമാനിച്ചത്. അതിലൊട്ടും യുക്തിരാഹിത്യമില്ല, അത് തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷേ അന്ന് 2010 നമ്മൾ പെട്രോളിന്റെ പ്രൈസ് മാർക്കറ്റ് പ്രൈസുമായിട്ട് അല്ലെങ്കിൽ ക്രൂഡ് ഓയിലിന്റെ മാർക്കറ്റ് പ്രൈസുമായിട്ട് ലിങ്ക് ചെയ്യാൻ തീരുമാനിച്ചത്. അന്നേ മൻമോഹൻ സിംഗ് പറഞ്ഞു ഇത് ഡീസലിൽ കൊണ്ടുവരുമെന്ന് അന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹം അധികാരം ഒഴിയുന്ന 2014 വരെ 4 വർഷവും അദ്ദേഹം തന്നെ ആ നിലപാട് നടപ്പാക്കിയില്ല. 2010 മുതൽ 2014 വരെ പെട്രോളിന്റെ പ്രൈസ് മാത്രമാണ് നമ്മൾ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾക്ക് വിട്ടുകൊടുത്തു, അത് തീരുമാനിക്കാനുള്ള അധികാരം. കാരണം ഡീസൽ എന്ന് പറയുന്നത് നമുക്കറിയാം, ചരക്ക് വാഹനങ്ങൾ ഉപയോഗിക്കുന്നതാണ്, പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതാണ്, റെയിൽവേ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ഡീസലിന് വിലക്കയറ്റം ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും മൊത്തത്തിലുള്ള വിലക്കയറ്റത്തിലേക്ക് അത് മാറും, നിത്യോപയോഗ സാധനങ്ങളുടെ ഒക്കെ വിലക്കയറ്റത്തിലേക്ക് മാറും. അതുകൊണ്ട് ഡീസൽ പ്രൈസ് ഡീറെഗുലേറ്റ് ചെയ്യേണ്ട എന്ന തീരുമാനം 2014 വരെ ആശയത്തെ അംഗീകരിക്കുകയും പോലും 2014 വരെ നമ്മൾ എടുത്തില്ല. 2014 നരേന്ദ്രമോദി വന്നതിന് ശേഷം 2014 സെപ്റ്റംബർ മാസത്തിലോ ഒക്ടോബർ മാസത്തിലോ ഒക്കെയാണ് ഡീസൽ പ്രൈസ് കൂടി ഡീറെഗുലേറ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പൊ നമ്മുടെ നയം നരേന്ദ്രമോദിയുടെ നയമല്ല. ഇത് രണ്ടും ഒന്നാണ് എന്ന് കമ്മ്യൂണിസ്റ്റുകാരൻ പറയുമ്പോൾ അത് തലകുലുക്കി അംഗീകരിക്കരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കൃത്യമായിട്ടുള്ള വ്യത്യസ്തത ഇത് രണ്ടും തമ്മിലുണ്ട്. പെട്രോളിനെയും ഡീസലിനെയും രണ്ടായി കണ്ടുകൊണ്ടുള്ള സമീപനമാണ് നമ്മൾ സ്വീകരിച്ചത്. ഡീസലിന് ഈ പറയുന്ന വില നിയന്ത്രണം നീക്കിയതോടുകൂടിയാണ് ഇത് കൈവിട്ടു പോകുന്ന അവസ്ഥ ആദ്യമായിട്ടുണ്ടായത്. ഇപ്പോഴും നമ്മൾ ആവശ്യപ്പെടുന്നത് ആ പോളിസി ശരിയാണ്, അത് നടപ്പാക്കണമെന്നാണ്. അതുകൊണ്ട് പറഞ്ഞാൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ആവശ്യം എന്താ? അന്താരാഷ്ട്ര മാർക്കറ്റിലെ വിലയുടെ അടിസ്ഥാനത്തിൽ ഇത് തീരുമാനിക്കട്ടെ. അതിനെ വീണ്ടും അട്ടിമറിക്കാൻ ഗവൺമെന്റ് നികുതികൾ വർദ്ധിപ്പിക്കരുത് എന്നുള്ളതാണ്. അവിടെ ക്രൂഡ് ഓയിലിനും വില കൂടുമ്പോൾ ഇവിടെ പെട്രോളിനും ഡീസലിനും ഒക്കെ അല്പം വില കൂടിയാൽ നമുക്ക് മനസ്സിലാക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ അതിന് ലോജിക് ഉണ്ട്. പക്ഷെ അവിടെ വില കുറയുമ്പോൾ ഇവിടെ കുറയണം. അത് കുറയ്ക്കാൻ തയ്യാറാവുന്നില്ല എന്നാണ് പ്രശ്നം. അത് കുറയ്ക്കാൻ തയ്യാറാവാതെ ടാക്സ് കൂട്ടുകയാണ്. ഇത് വലിയ അപകടമാണ്. കാരണം അവിടെ ഒന്ന് കുറഞ്ഞ് വീണ്ടും പഴയ റേറ്റിലേക്ക് എത്തിയാൽ യഥാർത്ഥത്തിൽ ഇവിടെ പ്രൈസ് കൂടും. പണ്ട് 100 ആകുമ്പോൾ 10% ടാക്സ് എന്നുണ്ടെങ്കിൽ 100ഉം 10ഉം 110 അത് 90 അവിടെ കുറഞ്ഞാൽ ഇവരിവിടെ 20% ആക്കി മാറ്റും. അപ്പൊ 90 അതിന്റെ 20% ഏതാണ്ട് 118 വരും.
വീണ്ടും അവിടെ 100 കഴിഞ്ഞാൽ ആ 100ന്റെ മുകളിൽ 20% വരെയാണ്. അപ്പൊ 120 ആവും. അപ്പൊ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുറഞ്ഞു കൂടിയാൽ ഇവിടെ ഇരട്ടി നഷ്ടം ഉണ്ടാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പറയണം. അപ്പൊ ടാക്സ് സ്ട്രക്ചറാണ് ഈ പറയുന്ന അതിഭീമമായിട്ടുള്ള വിലക്കയറ്റത്തിലേക്ക് നയിച്ചത് എന്ന് കൃത്യമായി തന്നെ നമുക്ക് പറയാൻ സാധിക്കണം. ഈ യാഥാർത്ഥ്യത്തെ മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് BJPയും CPM-ഉം ഈ പ്രൈസിംഗ് ഡീറെഗുലേഷൻ എന്ന് പറയുന്ന മൻമോഹൻ സിംഗിന്റെ പോളിസിയാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്നിങ്ങനെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നത്. CPM-ന്റെ കൃത്യമായിട്ടുള്ള അജണ്ടയാണ്. BJPക്കെതിരെ ഒരു ആക്ഷേപം വരുമ്പോൾ അവരെ അതിനെ ഷീൽഡ് ചെയ്യുക, അത് കോൺഗ്രസിന്റെ ഇടയിലേക്ക് കൂടെ തിരിച്ചു വിടുക എന്നുള്ളത് CPM-ന്റെ എല്ലാ കാലത്തെയും കേരളത്തിലെ തന്ത്രമാണ്. ആ തന്ത്രത്തിൽ നമുക്ക് വീണു പോകാൻ കഴിയില്ല. ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്ന സമയത്ത് 1 ലിറ്റർ പെട്രോൾ കേരളത്തിൽ വിറ്റാൽ സംസ്ഥാന ഖജനാവിന് ലഭിച്ചിരുന്നത് ഏതാണ്ട് 12 രൂപ 25 പൈസയായിരുന്നുവെങ്കിൽ ഇന്ന് അതേ 1 ലിറ്റർ പെട്രോൾ കേരളത്തിൽ വിറ്റാൽ പിണറായി വിജയന്റെ ഖജനാവിലേക്ക് ലഭിക്കുന്നത് ഏതാണ്ട് 26 രൂപയാണ്. ഇതിനാണ് കണക്ക് പറയേണ്ടത്. ഇത് വളരെ പ്ലെയിൻ ആയിട്ടുള്ള കണക്കാണ്, വളരെ കൃത്യമായിട്ട് ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇത് പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവും എന്നുള്ളത് കൊണ്ടാണ് അവർ ഈ കണക്ക് പറയാതെ ശതമാനം പറയുന്നത്. CPM-ന്റെ സ്ഥിരം തന്ത്രമാണ്. അവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി ആരോ കണ്ടുപിടിച്ചതാണ് ഈ ശതമാനം എന്ന് പറയുന്ന സാധനം തന്നെ. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ കണ്ടതാണ്. 19 സീറ്റും നമ്മൾ ജയിച്ചപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ നീണ്ട ഒരു പേപ്പറുമായിട്ട് പത്രസമ്മേളനം നടത്താൻ വരികയാണ്. ഇത് ആ സീറ്റിൽ ഇത്ര ശതമാനത്തിൽ നിന്ന് ഇത്ര ശതമാനമായി മാറി, അവിടെ ഞങ്ങൾക്ക് നേട്ടമാണ് ഉണ്ടായത്, ഈ സീറ്റിൽ ഇങ്ങനെയാണ് ഉണ്ടായത്. അവസാനം നമുക്ക് സമയം വന്നു. പൊന്നു ചേട്ടാ ശരി, നിങ്ങൾ ശതമാനമൊക്കെ കണക്ക് വെച്ചോ, ശതമാനം കണക്കിൽ നിങ്ങളാണ് ജയിച്ചത്, പക്ഷേ 19 MP-മാർ ഞങ്ങളുടെയാണെന്ന് മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരികയാണ്. അപ്പൊ ആ നിലയിൽ ശതമാനം പറഞ്ഞ് മാറ്റുക. ശതമാനമല്ലല്ലോ നമ്മൾ പെട്രോൾ പമ്പിൽ ചെന്ന് എണ്ണി കൊടുക്കുന്നത്, രൂപയാണല്ലോ. അപ്പൊ അതുകൊണ്ട് ശതമാനമല്ല പ്രശ്നം, രൂപ തന്നെയാണ് പ്രശ്നം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2016 ഖജനാവിലേക്ക് ലഭിച്ചതിന്റെ ഇരട്ടിയോളം തുക ഇന്ന് ഖജനാവിലേക്ക് 1 ലിറ്റർ പെട്രോളിനും ഡീസലിനും ലഭിക്കുന്നുണ്ട്. അതിൽ നിന്ന് ഒരു 5 രൂപയെങ്കിലും കുറയ്ക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യമാണ് നമ്മൾ ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് പറ്റില്ല എന്നുള്ള നേരിട്ടുള്ള മറുപടി പറയാൻ അവർക്ക് ഇപ്പോഴും എന്തൊരു ജാള്യത ഉള്ളതുകൊണ്ടാണ് ഈ പറഞ്ഞ കണക്കുകളും മറ്റു കാര്യങ്ങളുമായിട്ട് കടന്നു വരുന്നത്. ഏതായാലും അത്തരത്തിലുള്ള ജനവിരുദ്ധമായിട്ടുള്ള എല്ലാ നിലയ്ക്കുമുള്ള പ്രചരണങ്ങളെയും പ്രവർത്തനങ്ങളെയും ചെറുത്തു തോൽപ്പിക്കാനും വലിയ പോരാട്ടങ്ങൾ തെരുവുകളിൽ സംഘടിപ്പിക്കാനും ഈ നാട്ടിലെ ജനങ്ങളെ ഒന്നിപ്പിച്ചു നിർത്താനുമുള്ള വലിയ ഉത്തരവാദിത്തം വരും ദിവസങ്ങളിലും UDF-ന് ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. അക്കാര്യത്തിലൊക്കെ നമ്മളെല്ലാവരും ഒരേ മനസ്സോടുകൂടി ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാൻ ഇടവരട്ടെ എന്നുകൂടി ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് എന്നെ ഇതിലേക്ക് ക്ഷണിച്ച നിങ്ങളെല്ലാവരുടെയും നല്ല മനസ്സിനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.